കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 32. വഴിയിൽ കിടന്ന ഉരുളൻ കല്ലിൽ ചവിട്ടി നൈലയുടെ കാല് സ്ലിപ്പായപ്പോൾ അവൾ താഴെ വീഴാതെ ആദത്തിന്റെ കൈകൾ അവളെ താങ്ങിയതും ഒരു കൈ സാരിക്കിടയിലൂടെ അവളുടെ നഗ്നമായ വയറിലും ഒരു കൈ അവളുടെ വലിയ മാറിലും ശക്തമായി മുറുകി. രണ്ടുപേരും ഒരുപോലെ വിറച്ചുപോയി. പിടച്ചിലോടെ പരസ്പരം അകന്നു മാറുമ്പോൾ രണ്ടുപേരുടെയും ഉയർന്ന നെഞ്ചെടുപ്പ് അവർക്ക് കേൾക്കാൻ പറ്റി. സോറി, അറിയാതെ പറ്റിയതാണ്. തെറ്റ് ചെയ്തവനെ പോലെ തല കുനിച്ച് ആദം പതിയെ പറഞ്ഞതും ചെറു കാറ്റുപോലെയുള്ള ശബ്ദത്തിൽ നൈലയും പറഞ്ഞു, ഇറ്റ്സ് ഓക്കെ, അറിയാതെ പറ്റിയതാണെന്ന് എനിക്കറിയാം, ലീവ് ഇറ്റ്. അതും പറഞ്ഞ് മുകളിലേക്ക് നൈല വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചതും ആദം കയ്യിൽ നിന്ന് താഴെപ്പോയ കുപ്പിയെ തപ്പിപ്പിടിച്ച് അതിലുള്ളത് മുഴുവൻ ഒറ്റയിതിൽ കുടിച്ചു തീർത്തു. അബിയും പ്രവിയും അവളെ മുകളിൽ ആക്കിയിട്ട് തിരിച്ചു നടന്നപ്പോഴും ആദം കൈവിട്ടു പോയിടത്ത് തന്നെ നിൽക്കുകയായിരുന്നു. എന്താടാ, കുടിച്ചതെല്ലാം തലയ്ക്ക് പിടിച്ചോ? കള്ളച്ചിരിയോടെ അരികിൽ വന്ന് ചോദിക്കുന്നവന്മാരോട് ആദം പറഞ്ഞു. ഇല്ലടാ, ഇന്ന് ബോധം പോകുന്നത് വരെ കുടിക്കണം, അല്ലാതെ സമാധാനം കിട്ടുമെന്ന് തോന്നുന്നില്ല. എടാ, നമ്മള് വല്ലവരുടെയും വീട്ടിൽ കല്യാണത്തിന് വന്നതാണ്. കുടിച്ചലമ്പായാൽ പ്രശ്നമാണ്, ഇത്രയും മതി. അല്ലെങ്കിൽ നമുക്ക് ഫ്രെഡിയുടെ വീട്ടിൽ തല കാണിച്ചിട്ട് കുടിക്കാനുള്ളതുമായി താഴെ റൂമിൽ പോകാം. പ്രവി പറഞ്ഞത് സമ്മതിച്ചവർ ഫ്രെഡിയുടെ വീട്ടിലേക്ക് തിരികെ നടന്നു. ഫ്രെഡി അവരെ എല്ലാവർക്കും പരിചയപ്പെടുത്തി ഭക്ഷണം കൊടുത്തു. വളരെ കാര്യമായി തന്നെ കൂടെ നിന്നു. തിരികെ താഴേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഫ്രെഡിയുടെ വീട്ടുകാർ ഉള്ള സ്ഥലത്ത് അവിടെ തന്നെ കിടക്കാൻ സ്നേഹത്തോടെ നിർബന്ധിച്ചപ്പോൾ അവർക്ക് നിരസിക്കാനുമായില്ല. എല്ലാവരും കിടന്നപ്പോൾ അവിടുത്തെ കുറച്ചു കൂട്ടുകാരും ഇവരും കൂടി ചേർന്ന് പിന്നെയും മദ്യസേവ തുടങ്ങി. ഇത്രയൊക്കെ ആയിട്ടും ആദത്തിന്റെ തലയിലെ പുകച്ചിൽ മാറിയില്ല. മദ്യപിക്കുന്നതിനിടയിൽ കുടിച്ചിട്ട് കുന്നിന്റെ മുകളിൽ കിടന്ന് ആകാശത്ത് നോക്കിയാൽ സർവ്വസങ്കടങ്ങളും മറന്നുപോകുമെന്ന് ഒരുത്തൻ പറഞ്ഞപ്പോൾ ആദത്തിന് കുന്നിന്റെ മുകളിൽ പോയി കിടക്കണമെന്ന് തോന്നി. പ്രവിയും അബിയും അടിച്ചു ഓഫായെന്ന് മനസ്സിലായതും കയ്യിൽ കരുതിയ കുപ്പിയുമായി ആടി ആടി ആദം കുന്നിന്റെ മുകളിലേക്ക് നടന്നു. സംഗീതയുടെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നോട്ടു പോയപ്പോൾ കുന്നവന് വ്യക്തമായി കാണാൻ പറ്റി. വലിഞ്ഞു പിടിച്ച് ഒരുവിധം മുകളിലെത്തിയപ്പോൾ അവിടെ നിന്ന് അകലേക്ക് നോക്കി കയ്യിലിരുന്ന കുപ്പിയിലുള്ളത് പിന്നെയും കുടിച്ചിട്ട് കുപ്പി താഴേക്ക് വലിച്ചെറിഞ്ഞതും ആദം ഈ സമയത്തെന്താ ഇവിടെയെന്ന് പെൺസ്വരം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ പാറയ്ക്ക് മുകളിൽ ആലി നിൽക്കുന്നത് പോലെ ആദത്തിന് തോന്നി. ജീവിതത്തിൽ ആദ്യമായി അളവിലധികം കുടിച്ച മദ്യവും ആലിയുടെ അടുത്തെത്താനുള്ള മനസ്സിന്റെ പിരിമുറക്കവും ആദത്തിന്റെ സമനില തെറ്റിച്ചിരുന്നു. കാലുകൾ നേരെ നിൽക്കാതെ ആടി ആടി അടുത്തേക്ക് വരുന്ന ആദത്തിനെ കണ്ടപ്പോൾ നൈലയ്ക്ക് അവൻ താഴെ വീഴുമോ എന്ന ഭയം തോന്നിപ്പോയി. ആദത്തിന്റെ കൈ ശരീരത്തിൽ തട്ടിയ വിങ്ങലിൽ ഉറങ്ങാൻ പറ്റാത്തതിനാൽ എല്ലാവരും ഉറങ്ങിയപ്പോൾ പതിയെ കുന്നുകയറിയതാണ്. അതൊരിക്കലും പിന്നെയും ആദത്തിന്റെ മുന്നിലെത്തിപ്പെടുമെന്ന് വിചാരിച്ചതേയില്ല. ആദത്തിന്റെ കാലുകൾ ഇടറുന്നതിനു മുന്നേ തന്നെ നൈല അവനെ വീഴാതെ താങ്ങിപ്പിടിച്ച് പാറയ്ക്ക് മുകളിലേക്കിരിക്കുമ്പോൾ അവൾ ഭയന്നുപോയി. താഴെ വീണിരുന്നെങ്കിൽ? ആ ഒരു ചോദ്യം മനസ്സിൽ വന്നപ്പോൾ തന്നെ നൈല പേടിയോടെ തല കുഴഞ്ഞു. ഇതൊന്നും അറിയാതെ ആദം അവളുടെ കവിളുകൾ പിടിച്ച് തന്നിലേക്ക് നേരെയാക്കി ചുണ്ടുകളിലേക്ക് ചേക്കേറി. വർഷങ്ങൾക്ക് ശേഷം ശരീരത്തിലേറ്റ പുരുഷ സ്പർശനത്തിൽ നൈല വിറച്ചുപോയി. തന്റെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം. ഒരു ദിവസമെങ്കിലും താൻ കൂടെ ജീവിക്കാൻ കൊതിച്ച ആളുടെ ചുംബനം തടയാൻ നൈലയ്ക്ക് തോന്നിയില്ല. ഈയൊരു ജന്മം മുഴുവൻ ഓർത്തുവെക്കാൻ ഈ രാത്രി തനിക്ക് വേണമെന്ന് നൈലയ്ക്ക് അത്യാഗ്രഹം തോന്നിപ്പോയി. ആദത്തിനോടല്ലാതെ ഇന്നുവരെ മറ്റൊരാളോട് പ്രണയം തോന്നിയിട്ടില്ല. ഇനി ഒരിക്കലും തോന്നാനും സാധ്യതയില്ല. ശരി തെറ്റുകളുടെ ത്രാസുകൾ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ കടന്നുവരാൻ പോലും സമ്മതിക്കാത്ത വിധം നൈല അവനെ കൂടുതൽ ചേർത്തു പിടിച്ചു. ശ്വാസം പോലും വിടാൻ സമയം തരാതെ തീവ്രമായി ചുംബിക്കുന്നവനെ തള്ളിമാറ്റി ശ്വാസം വലിച്ചു വിട്ടപ്പോഴേക്കും മാറിയതിനേക്കാൾ വേഗതയിൽ പിന്നെയും തന്നെ മലർത്തിക്കിടത്തി ചുംബിക്കുന്നതിനൊപ്പം നാവുകൾ ഇണചേരുന്നതും ഇട്ടിരുന്ന ടീഷർട്ട് ഉയർന്നു പൊങ്ങുന്നതും അടിവസ്ത്രത്തിനു മുകളിലൂടെ മൃദുലതയെ ഞെരിച്ചമർത്തുന്നതും അറിഞ്ഞപ്പോൾ നൈലയുടെ കൈകൾ അവനെ കൂടുതൽ കൂടുതൽ ചേർത്തു പിടിക്കാനും അവനേക്കാൾ തീവ്രതയിൽ ചുംബിക്കാനും ശ്രമിച്ചു. ഭ്രാന്തമായി ശരീരം മുഴുവൻ ചുംബിക്കുന്നവനെയും കടിക്കുന്നവനെയും നിയന്ത്രിക്കാൻ കഴിയാതെ സീൽക്കാര സ്വരങ്ങളോടെ അവനൊപ്പം എത്താൻ അവളും മത്സരിച്ചു. അവളുടെ പല്ലിന്റെ പാടുകൾ അവന്റെ നെഞ്ചിലും വയറിലും പലയിടങ്ങളിലും പതിഞ്ഞു.
ഇട്ടിരുന്ന പാവാടയുയർത്തി അടിവസ്ത്രത്തിന്റെ മറ വലിച്ചുമാറ്റി അവൻ തന്നിലേക്ക് ചേരുമ്പോൾ അവന്റെ നഗ്നമായ പിൻഭാഗത്ത് അവളുടെ നികഷതങ്ങൾ ആഴത്തിൽ പതിഞ്ഞു. ഓരോന്ന് ചെയ്യുമ്പോഴും ആദത്തിന്റെ ചുണ്ടുകളിൽ ആലി എന്ന മന്ത്രം ഉച്ചരിച്ചിരുന്നു. പ്രതീക്ഷിക്കാതെ കിട്ടിയ കാമത്തിന്റെ കുത്തൊഴുക്കിൽ നൈലയുടെ ചെവികളിൽ അതെത്തിയില്ല. ഉയർച്ച താഴ്ചകൾക്ക് സൗകര്യമായി നൈലയും തന്റെ നടു ഉയർത്തി അവന് സപ്പോർട്ട് ചെയ്ത് കൂടുതൽ ചേർത്തു പിടിച്ചു. രണ്ടുപേർക്കും ഒരുപോലെ രതിമൂർച്ചയുടെ മൂർധന്യഭാവം കൈവന്ന് മുരൾച്ചയോടെ അതിവേഗതയിൽ കുതിച്ചു പായുമ്പോൾ തണുത്ത കാറ്റിലും അവർ വിയർത്തു കുളിച്ചു. എന്നത്തെയും പോലെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അടർന്നു മാറാതെ ആലിക്കുട്ടനെ ഞാൻ നോവിച്ചോടാ എന്ന് ചോദിച്ച് ചുണ്ടിൽ ഉമ്മ കൊടുത്ത് അവളുടെ നെഞ്ചിൽ കിടന്ന് മയങ്ങാൻ തുടങ്ങി. അവസാനത്തെ ചോദ്യം നൈലയെ തളർത്തിയെങ്കിലും ആദ്യമായി കിട്ടിയ ഒട്ടും പ്രതീക്ഷിക്കാത്ത രതിസുഖത്തിൽ അവളതെല്ലാം മനഃപൂർവ്വം മറന്നിരുന്നു. അവനെ നെഞ്ചിൽ താങ്ങി ഉറങ്ങാതെ ആകാശത്തേക്ക് നോക്കിക്കിടക്കുമ്പോൾ ഈ ജന്മം മുഴുവൻ ആദത്തിനെ തനിക്ക് കിട്ടണേ എന്ന് നൈല മനമുരുകി പ്രാർത്ഥിച്ചു. നേരം വെളുക്കാൻ പോകുന്നെന്ന് തോന്നിയപ്പോഴേക്കും നൈല നെഞ്ചിൽ കിടക്കുന്ന ആദത്തിനെ വിളിച്ചുണർത്തി. ആദം, എഴുന്നേൽക്ക്. ഞാൻ കുറച്ചുകൂടെ കിടക്കട്ടെ, ക്ഷീണം മാറിയിട്ടില്ല. ആദം, ആളുകൾ ഉണർന്നു തുടങ്ങിയാൽ നാണക്കേടാകും. നീ എന്റെ നെഞ്ചിൽ നിന്നും എണീറ്റ് മാറ്, ഞാനെങ്കിലും താഴോട്ട് പോവട്ടെ. ആലിയുടെ സ്വരമല്ലെന്ന് മനസ്സിലാക്കി ആദം കണ്ണു തുറന്നു നോക്കിയപ്പോൾ തനിക്കടിയിൽ കിടക്കുന്ന നൈലയെ കണ്ട് ഭയത്തോടെ ഞെട്ടിമാറിയപ്പോൾ കഴുത്തോരം ഉയർത്തിവെച്ച ടീഷർട്ടിന് താഴെ പാതിയും നഗ്നമാണെന്നും ഇടുപ്പോരം ഉയർത്തിവെച്ച തുണിക്ക് താഴെ അവളുടെ പെൺമയിൽ കൂടി ഒലിച്ചിറങ്ങുന്ന തന്റെ ബീജവും കണ്ട് ആദം രണ്ട് കൈയും കൂട്ടി തലയിലടിച്ചുപോയി. ഇന്നലെ രാത്രി കാണിച്ചു കൂട്ടിയതൊക്കെ താൻ കണ്ട സ്വപ്നമല്ല, സത്യമായിരുന്നെന്ന തിരിച്ചറിവ് ആദത്തിനെ തകർത്തു കളഞ്ഞു. വെപ്രാളത്തിൽ പാറയുടെ മുകളിൽ കിടന്ന കൈലിയെടുത്ത് സ്വന്തം നഗ്നതയെ മറച്ചിട്ടവൻ തലക്കടിച്ച് കരയാൻ തുടങ്ങി. താൻ മദ്യപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ലിമിറ്റ് താണ്ടാതിരുന്നെങ്കിൽ ഇങ്ങനെയൊരു നിമിഷം തന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ലായിരുന്നെന്നവൻ അതിവേദനയോടെ ഓർത്തു. മദ്യപിച്ചിട്ട് ഒരിക്കൽ പോലും ആലിയുമായി ഇണചേർന്നിട്ടില്ല. അങ്ങനെയുള്ള താനാണ് മദ്യത്തിന്റെ പുറത്ത് ആലിയായി കരുതി മറ്റൊരു പെണ്ണിനോടൊപ്പം ശരീരം പങ്കിട്ടത്. പെട്ടെന്ന് തന്നെ തുണി താഴ്ത്തിയിട്ട് ഇളകിക്കിടന്ന ബ്രായുടെ ഊക്ക് വലിച്ചിട്ട് എഴുന്നേറ്റിരുന്ന് തലയ്ക്കടിച്ച് കരയുന്ന ആദത്തിന്റെ കൈ പിടിച്ചിട്ട് നൈല പറഞ്ഞു, ചായ സങ്കടപ്പെടേണ്ട. ജീവിതത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായ കാര്യം ഓർക്കുകയേ വേണ്ട. ഇച്ചായൻ ഇത് ഇവിടെ വെച്ച് മറന്നേക്കൂ. എന്നാലും ഞാൻ എന്റെ ആലിയെ അല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ തൊട്ടില്ലേ? നിനക്കെന്നെ തള്ളി മാറ്റാമായിരുന്നില്ലേ? അല്ലെങ്കിൽ കൊല്ലാമായിരുന്നില്ലേ? ആളുകളെ വിളിച്ചുകൂട്ടി നാണം കെടുത്തിയാലും കുഴപ്പമില്ലായിരുന്നല്ലോ. ഇച്ചായ, ഞാൻ കോളേജിൽ കാലുകുത്തിയ കാലം മുതൽ ഇച്ചായനെ പ്രണയിക്കാൻ തുടങ്ങിയതാണ്. പിന്നെ ഇച്ചായന്റെ പ്രണയം അറിഞ്ഞപ്പോൾ വഴിമാറി നടന്നതാണ്. ഞെട്ടലോടെ പകച്ചു നോക്കുന്ന ആദത്തിനെ നോക്കി പിന്നെ അവളുടെ വിവാഹ ജീവിതം കൂടി വിശദമായി പറഞ്ഞു. ഇന്നലെ രാത്രി ഒട്ടും പ്രതീക്ഷിക്കാതെ ഇച്ചായന്റെ കൈകൾ എന്റെ സ്വകാര്യതയിൽ കടന്നു കയറിയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം എന്നിലെ സ്ത്രീ പുരുഷന്റെ സാമീപ്യം കൊതിച്ചുപോയി. അതിന്റെ പിരിമുറുക്കം കുറയ്ക്കാൻ മുകളിൽ വന്നിരുന്നപ്പോഴാണ് ഇച്ചായൻ വന്നതും ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നെ ചുംബനം കൊണ്ട് മൂടിയതും. എനിക്ക് ഇച്ചായനെ തടയാൻ തോന്നിയില്ല. ഈ ഒരു രാത്രിയെങ്കിലും ഇച്ചായനെ വേണമെന്ന് തോന്നിയത് എന്റെ സ്വാർത്ഥത തന്നെയാണ്. എല്ലാ തെറ്റും ഞാൻ തന്നെ ഏറ്റെടുക്കുന്നു. ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും ഞാൻ ഇച്ചായന്റെ പുറകെ വരില്ല. ഈ ദിവസം ഇച്ചായൻ മറന്നു കളഞ്ഞേക്ക്. അത്രയും പറഞ്ഞിട്ട് പോകാനായി എഴുന്നേറ്റ് നിന്നപ്പോൾ അവരെ രണ്ടുപേരെയും നോക്കി ശില പോലെ നിൽക്കുന്ന പ്രവീണിനെയും അഭിയെയും കണ്ടപ്പോൾ തങ്ങളുടെ സംസാരം അവരും കേട്ടെന്ന് നൈലയ്ക്ക് മനസ്സിലായി. അവരുടെ മുഖത്തു കൂടി നോക്കാതെ തലയും കുനിച്ച് മുന്നോട്ട് നടക്കുമ്പോൾ നൈലയ്ക്ക് കുറച്ചുപോലും കുറ്റബോധമില്ലായിരുന്നു. തലയുയർത്തി നോക്കിയ ആദം കൂട്ടുകാരെ കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞുപോയി. അവൾ പറഞ്ഞതെല്ലാം ഞങ്ങൾ കേട്ടു. അവൾക്കില്ലാത്ത സങ്കടവും കുറ്റബോധവും ആണായ നിനക്കും വേണ്ട. മദ്യത്തിന്റെ പുറത്ത് ഇവിടെ സംഭവിച്ചത് ഇവിടെ തന്നെ മറന്നു കളഞ്ഞേക്ക്. എടാ, എന്നാലും വേണ്ട ആദം, നീ ഒന്നും പറയണ്ട. ഞങ്ങൾ പറയുന്നത് അനുസരിച്ചാൽ മതി. ഇതിവിടെ കഴിഞ്ഞു. നമുക്ക് താഴെ റൂമിലേക്ക് പോകാം. മാരേജ് കഴിഞ്ഞാലുടൻ നാട്ടിലേക്ക് തിരിക്കാം. ഇനി ഇവിടെ ഒരു നിമിഷം കൂടി നിൽക്കണ്ട. കൂട്ടുകാരുടെ ബലത്തിൽ താഴേക്ക് പോകുമ്പോഴും ആലിയെ എങ്ങനെ നേരിടുമെന്ന് ആദം തല പുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരുന്നു. അവർ താഴെ ചെന്നപ്പോഴേക്കും ഫ്രെഡിയുടെ കൂട്ടുകാരൻ ജീപ്പ് ഓടിക്കാൻ തയ്യാറായി വന്നിരുന്നു. കൺവെൻഷൻ സെന്ററിൽ എത്താമെന്ന് പറഞ്ഞു. കൂടുതൽ സമയം അവിടെ നിൽക്കാതെ ആദവുമായി അവർക്കായി ഒരുക്കിയ വീട്ടിലേക്ക് പോകുമ്പോൾ 3 പേരുടെ മനസ്സും കലുഷിതമായിരുന്നു.
അവരെ വീടിന്റെ മുന്നിലെ റോഡിലിറക്കി ജീപ്പുമായി ഫ്രെഡിയുടെ കൂട്ടുകാരൻ തിരിച്ചുപോയപ്പോൾ ആദം പൊട്ടിക്കരച്ചിലൂടെ വീടിന്റെ തിണ്ണയിലിരുന്ന് പറഞ്ഞു, എനിക്കിനി ജീവിക്കേണ്ട, മരിച്ചാൽ മതി. മദ്യത്തിന്റെ പുറത്തായാലും ഏതോ ഒരുത്തിയെ ഭോഗിച്ചിട്ട് ഞാൻ എങ്ങനെ എന്റെ ആലിയുടെ മുഖത്ത് നോക്കും? ഡാ, വന്നത് വന്നു. ഇനി അതും പറഞ്ഞിരിക്കരുത്. നീ അറിഞ്ഞു ചെയ്തതല്ലല്ലോ, അറിയാതെ പറ്റിയതല്ലേ. അതുമാത്രമല്ല, അവള് നിന്നെ തടയാതിരുന്നത് വലിയ കാരണം തന്നെയാണ്. നിന്റെ സ്ഥാനത്ത് ഞങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ സംഭവിക്കും. അല്ലാതെ നിന്റെ തെറ്റല്ല. ഭാര്യയെ ചതിക്കുന്ന ഭർത്താക്കന്മാരും ഭർത്താവിനെ ചതിക്കുന്ന ഭാര്യമാരും നിറയെയുള്ള ലോകമാണ്. ഇതിപ്പോൾ അറിയാതെ പറ്റിയതല്ലേ. നീ അത് മറന്നുകളയാൻ ശ്രമിക്ക്. പ്രവിയും അഭിയും മാറി മാറി പറഞ്ഞിട്ടും അവരെ കെട്ടിപ്പിടിച്ച് തെറ്റ് ചെയ്തു പോയെന്ന് പറഞ്ഞ് കരയുന്നവനെ സമാധാനിപ്പിക്കാൻ കഴിയാതെ വന്നപ്പോൾ അഭി പറഞ്ഞു, പ്രവി, ഇവൻ ഇപ്പോഴും പൂർണ്ണമായി നോർമൽ ആയിട്ടില്ല. നമുക്കിവനെ തലതണിക്ക് വെള്ളമൊഴിച്ചൊന്ന് കുളിപ്പിച്ചെടുക്കാം, എന്നിട്ട് സംസാരിക്കാം. അതും പറഞ്ഞ് കാറ് തുറന്ന് അതിൽ നിന്നും വീടിന്റെ താക്കോലും ആദത്തിന്റെ ബാഗും എടുത്തിട്ട് അഭി അകത്തേക്ക് കയറിയപ്പോൾ ആദത്തിനെ ബലമായി പിടിച്ചെണ്ണീപ്പിച്ച് കവറുമായി പ്രവിയും അകത്തു കയറി. പ്രവിയുടെ കൈ കുടഞ്ഞു മാറ്റി സ്വന്തം തല മതിലിലിടിക്കാൻ ശ്രമിച്ച ആദത്തിനെ അഭിയും പ്രവിയും കൂടി ബലമായി പിടിച്ചുവെച്ച് നിർത്തി. ഇനി ഒരുമാതിരി സ്വഭാവം കാണിച്ചാൽ അടിച്ച് കരണം പുകയ്ക്കുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടി അവനെ അകത്തെ ബാത്റൂമിലേക്ക് കൊണ്ടുപോയി. ആദത്തിന്റെ ഡ്രസ്സ് അഴിച്ചു മാറ്റിയ അമ്മമാരുടെ ശ്വാസവും ഒരു നിമിഷം നിലച്ചുപോയി. നെഞ്ചിലും വയറിലും മുതുകിലും തുടയിലും പല്ലിന്റെ പാടുകളും നഖക്ഷതത്തിനാൽ പോറിയ പാടുകളും കണ്ടവർ മുഖത്തോട് മുഖം നോക്കി. അവർ ആദത്തിന്റെ തലയിൽ ഷവറിൽ നിന്ന് കൂടാതെ ബക്കറ്റിൽ പിടിച്ചും വെള്ളമൊഴിച്ച് തല തണുപ്പിച്ചതിനു ശേഷം സോപ്പ് തേക്കാൻ തുടങ്ങിയപ്പോൾ ആദം പറഞ്ഞു, ഞാൻ കുളിക്കാം, നിങ്ങൾ പൊയ്ക്കോ. കുളിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കരയാനോ എന്തെങ്കിലും പുകിലുണ്ടാക്കാനോ ആണോ? സംശയത്തോടെ ചോദിക്കുന്ന പ്രവിയെ നോക്കി വിങ്ങലോടെ ആദം പറഞ്ഞു, ഇല്ലടാ, നിങ്ങൾ പേടിക്കേണ്ട, ഞാൻ കുളിച്ചിട്ട് വരാം. നീ ഡോർ അടയ്ക്കേണ്ട, നല്ലതുപോലെ സമയമെടുത്ത് കുളിച്ചോ. ഈ കുളിയോട് കൂടി സംഭവിച്ചതെല്ലാം മറന്നു കളയാൻ നോക്കിക്കോ. ആദത്തിനോട് താക്കീത് പോലെ പറഞ്ഞിട്ട് അഭി ഇറങ്ങിയപ്പോൾ പ്രവി ആദം ഇട്ടിരുന്ന ഡ്രസ്സ് മുഴുവൻ ചുരുട്ടിക്കൂട്ടി എടുത്തിരുന്നു. പ്രവി കയ്യിലെടുത്ത ഡ്രസ്സ് മുറ്റത്തേക്കിറങ്ങിയിട്ട് ദൂരെ താഴേക്ക് വലിച്ചെറിഞ്ഞു. അവന്റെ പ്രവൃത്തി നോക്കി തിണ്ണയിലിരുന്ന അഭി ചോദിച്ചു, ഡ്രസ്സ് കളഞ്ഞെന്ന് കരുതി ഇത് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ആദത്തിന്റെ ശരീരത്തിലെ പാടുകൾ മാറണമെങ്കിൽ തന്നെ കുറഞ്ഞത് 1 മാസമെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നു. ആകെ മൊത്തത്തിൽ ഉടനെയൊന്നും ആര്യയുടെ മുന്നിൽ ആദത്തിന് പഴയതുപോലെ നിൽക്കാൻ പറ്റില്ല. അതേ ആലോചനയോടെ തന്നെ അഭിയുടെ അരികിലിരുന്ന് പ്രവി പറഞ്ഞു, എന്നാലും അവളെന്ത് പണിയാണ് അവന്റെ ശരീരത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്? അതിനേക്കാൾ തീവ്രതയിൽ അവളുടെ പുറത്ത് അവനും ചെയ്തു കാണും. അവളുടെ കയ്യിലും കഴുത്തിലും കടിച്ചതും നീടിച്ചതും പാട് ഞാൻ കണ്ടിരുന്നു. ഇനിയിപ്പോൾ നടന്നതിന്റെ കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് അടുത്തെന്ത് ചെയ്യുമെന്നാണ്. അഭിയുടെ ചോദ്യത്തിന് പ്രവി മറുചോദ്യം ചോദിച്ചു, ബീനയുടെ മുന്നിൽ നിനക്ക് എത്ര ദിവസം മുഴുവൻ സമയവും ഷർട്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റും? 1 ദിവസം പോലും പറ്റില്ല. ഞാൻ ചെല്ലുമ്പോഴേ എഴുന്നേറ്റ് നിന്ന് എന്റെ ഷർട്ടിന്റെ ബട്ടൺസ് അഴിച്ച് ഊരി മാറ്റുന്നത് അവൾ തന്നെയാണ്. പിന്നെ ഞങ്ങൾ തമ്മിൽ ബന്ധപ്പെട്ടാലും ശരീരത്തിൽ ഇതുപോലെ മുറിവൊന്നും വരില്ല. നിന്നെ പോലെ തന്നെയാണ് എന്റെ അവസ്ഥയും. ആശ എന്റെ നെഞ്ചിൽ തലചേർത്ത് നെഞ്ചിൽ കളം വരച്ച് കാര്യം പറഞ്ഞാണ് ഉറങ്ങുന്നത്. തണുത്താൽ കൂടി മുറിയിൽ ഉടുപ്പിട്ട് കിടക്കാൻ അവൾ സമ്മതിക്കില്ല. നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ആദത്തിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. എങ്ങനെ ഈ പ്രതിസന്ധിയിൽ നിന്നും കരകയറും? പ്രവിയുടെ ചോദ്യം കേട്ട് അഭി ചോദിച്ചു, വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞ് നമുക്കവനെ 1 മാസത്തേക്ക് മാറ്റി നിർത്തിയാലോ? അഭി, നീ ഇങ്ങനെ വിഡ്ഢിത്തരം വിളിച്ചു പറയാതെ. അതൊന്നും നടക്കുന്ന കാര്യമല്ല. തൽക്കാലം ഞാൻ നോക്കിയിട്ട് ആദം ആലിയുമായി കുറച്ചു ദിവസം പിണങ്ങി നിൽക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നുണ്ട്. എന്നെക്കാട്ടിയും വലിയ വിഡ്ഢിത്തരം പറഞ്ഞത് നീയാണ്. ആദത്തിനും ആലിക്കും അങ്ങനെ പിണങ്ങാൻ പറ്റുമോ? നമ്മൾ വഴക്കിടുന്നത് പോലെ പോലും അവർ വഴക്കിടാറില്ല. രണ്ടുപേരും കാര്യമായ ആലോചനയിലിരുന്നപ്പോൾ പ്രവീൺ കൊണ്ടുവച്ച കവറിലെ ആദത്തിന്റെ പാന്റിൽ നിന്നും ഫോണിന്റെ ശബ്ദം കേട്ടപ്പോൾ അതെടുത്തു നോക്കിയ അഭിയും പ്രവീണും മുഖത്തോട് മുഖം നോക്കിയപ്പോൾ ആലിക്കു വേണ്ടി ഇട്ടിരിക്കുന്ന റിംഗ് ട്യൂൺ കേട്ടതും ആദം ബാത്റൂമിൽ കണ്ണീരോടെ തന്റെ ശരീരത്തിലെ പാടിലേക്ക് നോക്കി മരവിച്ചു നിന്നു. ഫോൺ തുടരെ തുടരെ അടിക്കുവാൻ തുടങ്ങിയപ്പോൾ പ്രവി അഭിയോട് പറഞ്ഞു, ഡാ, നീ ഫോൺ എടുത്തിട്ട് ആദം കുളിക്കുകയാണെന്ന് പറയും. പ്രവി പറഞ്ഞതനുസരിച്ച് അഭി ഫോൺ എടുത്തതും മറുപുറത്തു നിന്ന് ആലി പറയുന്നത് കേട്ട്, പടച്ചോനെ, നീ എന്നെ ചതിച്ചോ എന്ന് ചോദിച്ച് അഭി താഴേക്ക് തളർന്നിരുന്നു. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും. കഥ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ.